എന്നാ ഇത് എവിടത്തെ കയറ്റത്? പഴയ ഷവർമ മാറ്റിട്ട് പുതിയത് കുത്തി കയറ്റണ്ടേ അണ്ണാ? അയ്യോ എന്റെ പൊന്ന് സഹോദരി, ഷവർമ അല്ല. ആടിഞ്ഞു കൊടുക്കാനുള്ള പ്ലാവല കമ്പി കുത്തി വെച്ചേക്കുന്നത്. ഇതാണ് ഇവിടെ കൊണ്ടുവച്ചത്. പറഞ്ഞാൽ രണ്ടും ഒരു ഷെയ്പ്പാണല്ലേ, മാറിപ്പോവല്ലോടാ. നൈസ് അതിന്റെ കൂടെ കട്ട് ചെയ്ത് കേട്ടെ അണ്ണാ. സോക്സ് ഇട്ട് കൊടുക്കട്ടെ അണ്ണാ. സോക്സോ? ആർക്ക്? ഷവർമയ്ക്ക് ഒറ്റ കീറി വെച്ചാലും. ഞാൻ സോക്സ് ഇടാനല്ല പറഞ്ഞത്, ഷവർമ പൊതിഞ്ഞു കൊടുക്കുമ്പോ തിരിച്ച് സോക്സ് ഒഴിച്ച് പൊതിഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. എന്റെ ഭാവാനെ അബദ്ധത്തിലാണ് ചട്നി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കോഴിക്കെല്ലാം ഷഡ്ഡി ഇട്ട് നിർത്തിയേനായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ ഷവർമ അരിഞ്ഞ് നന്നായിട്ട് കൊടുത്തോളാം. പറഞ്ഞ മനസ്സിലായല്ലേ? മുമ്പ് തരുന്ന പണിക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേ ഞങ്ങള്? എന്താന്ന് മണിയനെ? എടാ ഞാൻ ചോദിച്ചോട്ട് ഈ മണിയൻ ഇവിടെ നിർത്തിയ ശരിയാവത്തില്ല. അതുകൊണ്ട് മണിയനല്ല, നിന്റെ കണ്ണിൽ അവൻ മണിയൻ, എന്റെ കണ്ണിൽ വെച്ചാൽ അവൻ റംബോച്ച. റംബോച്ച്? രാവിലെ റമ്മ്, വൈകിട്ട് പോച്ച. എങ്ങനെ ഇവനെ ഇവിടെ നിർത്തുന്നത്? എന്തൊരു പേരെണ്ണായത്? അതൊക്കെ നിന്റെ പേരെന്താ? എന്റെ പേര് ജയം രവി. അപ്പൊ നിന്റെ അനിയനാന്നോടെ തോൽവി ബീച്ച്? ബിജുവിനെ കുറിച്ച് മാത്രം പറയരുത്, അവൻ നല്ല കിടിലൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒന്നുമില്ലെങ്കിലേ കേരളത്തിലെ 14 ജില്ല അവന്റെ അണ്ടറിലാണ്. അറിയാ, അവനെ സമ്മതിക്കണം കേട്ടോ. എന്തിനാ ഒരു അണ്ടർവെയറിലൊക്കെ 14 ജില്ല കൊണ്ടുകിടക്കെ ചെറിയ കാര്യം നിങ്ങൾ പറയണം. മാറങ്ങോട്ട് അണ്ണാ. ഈ കോഴിയെ ഈ കമ്പിക്കകത്ത് എങ്ങനെയാണ് കറക്റ്റ് ഇങ്ങനെ കൊരുത്ത് കയറ്റുന്നത്? ഞാൻ കയറ്റുന്നതല്ലേ, പിന്നെ കോഴി തന്നെ വന്ന് കയറുന്നതാ. ഞാന് കുറച്ച് ഗ്രീസ് വാരി കമ്പിക്കകത്ത് എന്നിട്ട് കുറെ നെൽമണിനെ തൊട്ടിച്ച് വെച്ചിട്ട് കോഴി വരുന്നത് കൊണ്ടുവെക്കും. അപ്പൊ ഈ കോഴി വന്നിട്ട് കൊത്തുന്നതും ഈ ഗ്രില്ലിൽ സ്ലിപ്പ് ചെയ്ത് അതിന്റെ ചന്തി കൂടെ കയറി 4 എണ്ണം അകത്ത് കയറി. അങ്ങനെയാണ് ഇതെടുത്ത് കൊണ്ടുവെക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അത് ഇത് പറഞ്ഞോണ്ടിരിക്കാതെ ആൾക്കാർ വരുമ്പോൾ ഷവർമ അറിഞ്ഞു കൊടുക്കണം. പിന്നെ നല്ല ഷേപ്പിൽ കലാപരമായിട്ടാണ് അറിഞ്ഞു കൊടുക്കേണ്ടത്. കലാപരമായിട്ട് അറിഞ്ഞു കൊടുക്കാനേ ഇത് ഷവർമയല്ലേ ഉണ്ടാക്കണ? ഞാൻ രവിവർമ്മയൊന്നും അല്ലല്ലോ. പ്രാസം ചേർത്ത് പറഞ്ഞ പ്രാന്ത എന്തോ. ഞാൻ നല്ലൊരു കലാകാരനാ, നന്നായിട്ട് പടം വരയ്ക്കൂ. ബുക്കിനകത്ത് ഞാൻ പറഞ്ഞ പടം നോക്കണ അണ്ണാ. എന്തോന്ന് ഒറിജിനാലിറ്റി ആണോ ഇത്? എന്തൊരു പടമാണ് അണ്ണാ വരച്ചു വെച്ചേക്കണത്? ഒരു പെൺകുട്ടി കോൺ ഐസ്ക്രീം കഴിക്കണ പടം. ഒറിജിനാലിറ്റി ചത്ത കോഴിയെടുത്ത് ഉച്ചയ്ക്ക് അടിച്ചത് ഞാൻ. എന്താണ് കോണേശ്വരി കഴിക്കല്ല, പീറ്റി വിട്ട ദേശീയ പതാക പറഞ്ഞ നമ്മുടെ ദീപശിഖ നിൽക്കുന്നത്. മനസ്സിലായോ? പിന്നെ അല്ലത് നമ്മൾ കുറ്റം പറയണോ? പക്ഷെ ഈ പടം നിങ്ങൾ പൊളിച്ചെണ്ണ. രാജാ രവിവർമ്മ വരച്ച പടം അതേപോലെ വരച്ചു വെച്ചേക്കണ്. ഏത് പടം? ഒരു ചേച്ചി അരയന്നത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫേമസ് പടം. അതെങ്കിൽ നീ നേരെ പണഞ്ഞല്ലേ. ഈ ചേച്ചി എന്താണ് ഇങ്ങനെ ആലോചിക്കണത്? അത് അരയത്തിന് വറക്കണോ പൊരിക്കണോ ആലോചിച്ചോണ്ട് നിൽക്കോ. കൊണ്ട് വെക്കണ അവിടുന്ന്. നീ വരാൻ താമസിച്ചു. ഞാൻ രാവിലെ 6 മണിക്ക് വന്നല്ലോ. നീയാ 6 മണിക്ക് വന്നപ്പോഴേ നിങ്ങൾ ഭാര്യ തമ്മിൽ ഭയങ്കര വഴക്ക്. എടാ വേറൊരു കാര്യമുണ്ട്, അവള് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഞാൻ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെടും. എന്റെ പൊന്നണ്ണ, ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോ കുറച്ച് ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ വേണ്ടേ? ആകാശം നിവർത്തില്ല, പിന്നെ എങ്ങനെ ദിവാൻ കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ദിവാൻ കോട്ട നിനക്ക് പറയുന്നത് ചേച്ചി അവിടെ ചേച്ചി അവള് വിടില്ല. അവള് നേരം വിളക്കുമ്പോ ഈ പഞ്ചായത്ത് എവിടെയും പ്രസവം ഉണ്ടെങ്കിൽ കുറെ മുട്ട കയറ്റി കൊച്ചുങ്ങളെ കാണാൻ പോകും. കാരണമുണ്ട്, ചേച്ചിക്ക് പിള്ളേരെന്ന് വെച്ചാ ഉയിര്. ഞാൻ പറഞ്ഞ പോലെ വിളിച്ചു പറയും കേട്ടോ. അതല്ലെന്ന്, ഈ പ്രസവിക്കുന്ന കൊച്ചിന് എന്റെ ഷേപ്പ് ഉണ്ടോ നോക്കാനാ ഇവിടെ കിടന്ന് ഓടുന്നത്. അത് ശരി, അതിനാണ് കിടന്ന് ഓടുന്നത്. ഇന്ന് ആരെണ്ണ പെറ്റത്? ഇന്ന് 4-ാം പാട്ടിൽ ഉഷ പെറ്റി കിടക്കുന്നത്. എങ്ങനെയാണ്? തോട്ടിക്ക് വലിച്ചിട്ടത്. സാധാരണ എങ്ങനെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് അങ്ങനെ തന്നെ അവരും പ്രസവിച്ചത്. ഉമ്മയല്ല ചേച്ചിക്ക് നിങ്ങളെ സംശയം. നിങ്ങൾ മെനഞ്ഞാന്ന് രാത്രി 12 മണിക്ക് സുഗുവിന്റെ ഭാര്യ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ ഇല്ലയോ? സുഗു അറിയാം, അവന്റെ സ്വഭാവം അറിയാലോ, കൊന്നുകളയുണ്ട്. എടാ അതുകൊണ്ടല്ലേ അവൻ വായിക്കുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. എന്തിനാണ് വായിക്കണതിന് മുമ്പ് ഡിലീറ്റ് ചെയ്തത്? എന്റെ കയ്യക്ഷരം വെച്ച് അവൻ പൊക്കിയാലാ ചിലപ്പോ അറിയാൻ പറ്റത്തില്ലല്ലേ. അത് ഇതും പറഞ്ഞോണ്ടിരിക്കുന്നത് താമസിച്ച കാര്യമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അല്ലേ പട്ടി കടിക്കാൻ ഓട്ടിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന് വരൂല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേന്ന്. എന്റെ പൊന്നണ്ണ, പട്ടിക്ക് 1 മുഴം 2 മുഴം ഒക്കെ ദൈവം അറിഞ്ഞു കൊടുത്തതല്ലേ, നിങ്ങൾ അതിൽ കിടന്ന് തൂങ്ങാതെ. നീ എന്തായി പറയുന്നത്? അതല്ലെന്ന്. എടാ ഈ പട്ടികൾ ഇങ്ങനെ പെറ്റി പെരുകുന്നതാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ വിഷയം. അത് കറക്റ്റ്. അങ്ങനെ പട്ടികൾ ഞാൻ ചനവന പെറ്റി പെരുകാതിരിക്കാൻ പട്ടികൾ നമ്മൾ വന്ധ്യംകരണം ചെയ്യണം. അത് പോയിന്റ്. അറിയാവോ, പൊന്നുപോലെ വളർത്തിയ എന്റെ 12 മക്കളെയാ സ്കൂളിൽ പോയപ്പോ ഈ പട്ടികൾ ചപ്പൻ ചിപ്പം കടിച്ചു വരച്ചത്. 12 പിള്ളേരെ ഇങ്ങേർക്ക്. അപ്പൊ വന്ധ്യംകരണം ചെയ്യാനുള്ളത് പട്ടികളെ അല്ലെണ്ണ. നീ വല്ലതും പറഞ്ഞാ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിച്ചോട്ടെ, ഈ പട്ടികൾ മൂത്രം ഒഴിക്കുമ്പോ ഒരു കാലിങ്ങനെ പൊക്കി മതിലിങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് പെടുക്കൂലേ, ഇത് കാല് താത്തിട്ടാ പോകൂലേ? നല്ല സംശയം. വേറൊന്നുമല്ല, പണ്ട് ഈ പട്ടി ഒരു മുതുമുത്തച്ഛൻ പട്ടിയുണ്ട്. ഈ പട്ടി നിനക്ക് മതിലിനോട് ചേർന്ന് നിന്ന് മൂത്രം ഒഴിച്ചപ്പോ ഈ മതിൽ ഇടിഞ്ഞ് വീണി പട്ടിയുടെ വേർത്ത് പട്ടി അങ്ങ് ചത്ത. അതിനുശേഷം എല്ലാ പട്ടികളും മൂത്രം ഒഴിക്കാൻ നേരത്ത് മതിലിൽ ഇങ്ങനെ കാല് ഒന്ന് സ്റ്റേ കൊടുത്തോണ്ടാണ് മൂത്രം ഒഴിച്ചത്, ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ നിന്റെ ക്രിമികടി അങ്ങ് തീർന്നോട്ടെ. നേരം വെളുത്തത് ഒരു വക കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എനിക്കൊരു 5-6 താണ. എന്തോന്ന്? വീശപ്പുണ്ട്. വീശപ്പുണ്ട് പറഞ്ഞു, വീശപ്പുണ്ടോ? വിശപ്പുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? പറഞ്ഞ മനസ്സിലായോ? നീ അപ്പുറത്ത് പോയി നല്ല പൊതിച്ചോറുണ്ട്, പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് താണ്ട വണ്ടിയുടെ താക്കോല്. കാറോട്ടിക്ക് അറിയാവോ? കാറോട്ടിക്ക് അറിയാം. ആരെടുത്താണ് പറയണത്? അണ്ണാ 7 വർഷം ഗൾഫിൽ അറബിയുടെ ഡ്രൈവർ അല്ലായിരുന്നേ. എന്നിട്ട് പിന്നെ പോരുന്നത് എന്ത്? ക്ലച്ച് പിടിച്ചില്ല അണ്ണങ്ങി വന്നു. അറബി പൈസ തരത്തില്ല. അതല്ലെന്ന്, വണ്ടി ഓട്ടിച്ചോണ്ട് പോയപ്പോ ക്ലച്ച് പിടിച്ചില്ല, നേരെ ചെന്നൊരു മതിലിടിച്ച് ബാക്കി ഇരുന്ന് അറബിയുടെ ഒരു സൈഡ് എടുത്തോണ്ടെങ്കിൽ. അപ്പൊ നിനക്ക് ലൈസൻസ് കട്ടാക്കിയ കളയത്തില്ല. അതിന് ലൈസൻസ് ഉണ്ടെങ്കിലല്ല കട്ടാ
ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലൈസൻസ് ഇല്ലേ? ഇല്ല. പിന്നെ അങ്ങനെ വണ്ടി ഓടിച്ചു? ഒരു ഊഹം വെച്ചങ്ങ് ഓട്ടിക്കും അത്ര. എനിക്ക് ആ വണ്ടിയുടെ താക്കോലും ഞെടു. എടാ പൊരിച്ചോറില്ലെങ്കിൽ എന്റെ തലമണ്ട അടിച്ചോട്ട് ഞാൻ തലച്ചോറ് വാരി തിന്നു. അയ്യോ അണ്ണാ ഒരു കടന്നൽ കുത്തിയാണോ നോക്കണ. എടാ അവിടെ കടന്തൊക്കെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. കുഴപ്പമില്ല, ഞാൻ കുത്തിയതിന്റെ പുറത്തെ കുറച്ച് ഓയിൽമെന്റ് തേച്ചാൽ മതി പൊക്കോളും. അതങ്ങനെ കുത്തിയിട്ട് പറഞ്ഞില്ല, ഇനി അതിന്റെ പുറത്ത് അങ്ങനെ ഓയിൽമെന്റ് കൊണ്ടിട്ട് തേക്കണത്. എടാ നിന്നെ കടന്തലല്ല കരിമൂർക്കനാ കഴിക്കേണ്ടത്. അയ്യോ അണ്ണാ വാട്സാപ്പിൽ മെസ്സേജ് വന്ന്. മെസ്സേജ് വന്ന് ഷവർമ കഴിച്ച് 10-17 പേര് ആശുപത്രിയിലെന്ന്. കച്ചവടം പൊളിഞ്ഞ്. ലോൺ എടുത്താണ് ഇതെല്ലാം കൂടെ തുടങ്ങിയത്. ഇനിയിപ്പോ ഇതിന്റെ ചൂടൻ നാറ് തീർന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഈ സാധനമല്ല ഞാൻ വെട്ടി മൂടണമല്ല. വെട്ടി മൂടണ്ട. ആ ബോർഡൊന്ന് മാറ്റി എഴുതിയ പ്രശ്നം തീർന്നില്ലേ? കട അവധിയുന്നോ? അങ്ങനെയല്ല, പിന്നെ ഒരു ഷവർമ വാങ്ങുന്നവന് 10 കുബൂസ് ഫ്രീ എന്ന് എഴുതി വൈ. ഫ്രീയോ? മനസ്സിലായില്ല അണ്ണാ. ഓഫർ കണ്ടാ വീഴാത്ത മനുഷ്യരുണ്ടാണ്. എന്നാ പിന്നെ സമയം കാണാൻ വെട്ടി കേട്ടില്ല 10 കോഴിയെ. ഓക്കേ.